الشهير عباس بن فرناس أول رائد فضائل من التعريف البشرية منها السلطان موفق بالله جائزة المحبة. എന്നുവച്ചാൽ ലോകത്താദ്യമായി ആകാശത്തിലൂടെ പറന്നു നടന്നതിന് അബ്ബാസ് ബിൻ ഫിർനാസ് എന്ന ഗവേഷകന് അന്നത്തെ സുൽത്താൻ നൽകിയ സ്നേഹ സമ്മാനം. ഇതാണ് ഇതിന്റെ സാരം. അബ്ബാസ് എന്ന് പറഞ്ഞാൽ അബു അൽ ഖാസിമി അബ്ബാസ് ബിൻ ഫിർനാസ് ബിൻ വിർദാസ് അൽ തക്രൂനി. മക്രൂനി അല്ല മോനെ, അൽ തക്രൂനി. എന്ത്? അൽ തക്രൂനി. അൽ തക്രൂനി 9-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിച്ചിരുന്ന ഒരു ഗവേഷകൻ. എ ജീനിയസ്. ഈ വളക്കൊരു 1000 വർഷത്തെ പഴക്കമുണ്ടാവും. ആയിരിക്കാം. അതിന്റെ പഴക്കവും അതിൽ എഴുതി വെച്ചിരിക്കുന്നു നോക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്ന അങ്ങനെയാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിന് മോഹവിലയാ. ഉടമസ്ഥൻ പറയുന്ന പൈസ. ചരിത്രമല്ലേ? അല്ല, ഈ വള എങ്ങനെ നിങ്ങളുടെ കെട്ടികളുടെ അടുത്തെത്തി? പാരമ്പര്യം. ഇവളുടെ അമ്മൂമ്മയുടെ അമ്മ, അമ്മൂമ്മ, പിന്നെ ഇവൾ, പിന്നെ ഞങ്ങളുടെ വരാൻ പോകുന്ന മോള്. അമ്മമ്മ, വള, അറബി, ലാ ലാ ലഫീ ഷൈഖലത് മാ തർക്കം. അങ്ങോട്ട് മാച്ചാണില്ലല്ലോ ബ്രദറെ. അതൊക്കെ ഓല് മാച്ചായിക്കോളൂ ഉസ്താദെ. നിങ്ങൾ ഇനി ഓരോന്ന് പറഞ്ഞാൽ മാച്ച് ഇല്ലാണ്ടാക്കണ്ട. നിങ്ങളിത് പിടിക്ക്. നിങ്ങൾ പോയിട്ട് തിരക്കില്ലല്ലേ? എന്നാലും മുസ്തഫ, അത് ഓരോ എന്നാലും ഇല്ല ഉസ്താദ്. നടക്കി നിങ്ങള്. ഉസ്താദ്, ഉസ്താദെ, അത് ഊരാൻ വല്ല വഴിയുണ്ടോ? അന മഫൂം. ആ ഡിസൈനകത്ത് ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഒളിപ്പിക്കാമെങ്കിൽ അക്കീദ് ഫിയാഷിയ അൽ ഷനഫ് തഫിയ. അല്ല, നിങ്ങൾ ഇവിടെ അങ്ങോട്ട് വരി. ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ? നോക്കട്ടെ. നോക്ക്. ഇത് വല്ലാത്തൊരു മുതലാണല്ലോ. ഞാൻ പറഞ്ഞേ, ഫോട്ടോ ഒക്കെ നല്ല രസത്തിലെടുത്തിട്ടുണ്ടല്ലോ. മറ്റൊരാളുടെ മുതല് അയാളുടെ അനുവാദമല്ല എടുക്കുന്നത്. തെറ്റല്ലേ? സെക്ഷൻ 378 മോഷണം. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഉസ്താദ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും സാറിനൊന്നും മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു റെയർ ഐറ്റത്തിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണം. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക.
പോലീസ് നായ. ഒരിക്കലും പൊട്ടിക്കാൻ അനുവാദമില്ലാത്ത ആ സാമാനം കാണിച്ച് നീ എന്നെ വരട്ടാൻ നോക്കണ്ട. ഇറങ്ങിപ്പോ. നീ ആരാണോ നിന്റെ വിചാരം? ഇതുവരെ എനിക്ക് അതുപോലത്തെ ഒരു വള ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതുപോലത്തെ ആ വള എന്നെ കൊണ്ടുപോകും. പോയാരെന്തായി കിട്ടോ? നീ അതുപോലത്തെ ഒരു വളയല്ലേ ആഗ്രഹിച്ചേ? അതുപോലത്തെ അല്ല, ആ വള തന്നെ നിനക്ക് വരും. ആ എന്താ അളവ് വെക്കാന്ന് പറഞ്ഞോ? അതിനിതാ വള്ളേതായിട്ട് വേണ്ടേ? പിന്നെ എടാ ഞങ്ങളെ ഒരു അന്വേഷണം നടത്തി. മുസ്തഫ നോക്കുമ്പോ സരളാപ്പി നായരുടെ കയ്യിലെ വളയിൽ അറബി. അറബിയോ? ആ കള്ളി, എന്തൊരു അഹങ്കാരായിരുന്നു. ബാനു, എനിക്ക് ആ വള വേണ്ട. പിന്നെ എനിക്ക് അതുപോലത്തെ വള മതി, അതേ ഡിസൈൻ ഉള്ളത്. അതിപ്പം അറബിക്കുള്ളതാണെങ്കിൽ അതും. തരും. അതുപോലത്തെ അതന്നെ തരും. മേഡം കയ്യനക്കല്ലേ? കയ്യനക്കല്ലേ? അവനക്കതോടെ പിടിക്കുന്നുണ്ട്. സാറിന് ഇത് നിൽക്കുന്നു. കുഴിച്ചെടുത്തത് ഇത് ഊരാൻ പറ്റൂലെന്ന് പറയടോ. സോറി സാർ, ഇത് വരാൻ പറ്റില്ല, പൊട്ടിച്ചെടുക്കാനേ പറ്റുള്ളൂ. പിന്നെ താനെതിനായി ഭൂതകണ്ണാടി വെച്ച് നോക്കിയേ. സോറി സാർ. വാ വാ, അറിയോന്നല്ല മണിക്ക് പോയി. തല പുറത്തെടുക്കുന്ന നിയമം അല്ലേ സാറേ? അത് നിങ്ങളുടെ യാത്തോട്ട് എന്നിട്ടല്ലേ? സാറിലേടെ അമ്മമ്മയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടായിരുന്നേ. അമ്മ ആർക്കും കൊടുക്കാതെ എടുത്തു വെച്ചിരുന്ന മുതലാ അത്. പിന്നെ എന്തോ ദൈവവിളി ഉണ്ടായി കാണും. മരണക്കിടക്കയിൽ വെച്ചാണേ അവൾക്കത് ഊരിക്കൊടുക്കണത്. അപ്പൊ ആ വള എങ്ങനെ ഊരാന്ന് അമ്മ പറഞ്ഞു തന്നില്ല? അത് പറയാൻ തുടങ്ങുമ്പോഴേക്കല്ലേ ചങ്കിലേക്ക് പിടിപെടുന്നത്. ആര് പിടിച്ച്? യമദേവനും കൂട്ടരും. അല്ലാണ്ടാരാ? ആ രഹസ്യം അവളോടൊപ്പം തന്നെ അങ്ങ് ഇല്ലാണ്ടായി. എല്ലാം ഈശ്വര നിശ്ചയം. നിങ്ങള് പോലീസിൽ ഏത് വകുപ്പാന്നാ പറഞ്ഞേ? വകുപ്പ് ഏതായാലും ശരി, ചോദ്യോത്തരമൊക്കെ കഴിഞ്ഞെങ്കിൽ രണ്ടാളും ഇറങ്ങാം. കോടതിയും പോലീസും ഒക്കെ ഞാനും കുറെ കണ്ടതാ.
അപ്പൊ ആ വള അമ്മാമ തന്നാന്ന് ഉറപ്പാണല്ലോ. ഇനി അത് മാറ്റി പറയില്ലേ? ഞങ്ങൾ ഇനിയും വരും. വാ. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇതുപോലെ തന്നെ പറഞ്ഞേക്കണം കേട്ടോ. ഹലോ, ആ മോളെ, നീ എവിടെയാ? ആ പുരുഷ ഇവിടെ വന്നിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ആ 2 പോലീസുകാരും. ആ അവരെന്നെ. ഇല്ലില്ല, അമ്മമ്മ തന്നത് തന്നെയാന്ന് പറഞ്ഞേ. മോളെ, നീ അതന്ന് ഇത്രയും പെട്ടെന്നൊന്ന് ഊരാൻ നോക്ക്. അന്ന അന്വേഷണത്തില് ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പ്. വടകരയിൽ പഠിക്കാൻ പോയ ആ പെണ്ണ് തിരിച്ചു വന്നപ്പോ അവളുടെ കയ്യിലൊരു വള. അതുവരെ ആ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും അങ്ങനെ ഒരു വളയെപ്പറ്റി അറിയില്ല. വടകരയിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയ അന്ന് രാത്രിയാ എനിക്കിതുകൊണ്ട് അവക്ക നിങ്ങളെ കാലിന് വെട്ടിയുടെ കോളാന്നാ. അതുവരെ ഓള് ചെയ്യും. എടാ ബാനു, ആ എടാ എനിക്ക് മുമ്പൊരു പ്രണയം ഉണ്ടായിരുന്നില്ലടാ. അത് ഈ സരളായിരുന്നു. പ്രേമം എന്ന് പറഞ്ഞ മുടിഞ്ഞ പ്രേമം. ഇതൊന്നും ചോദിച്ചേ, കേൾക്കുമ്പോ ഒരു സുഖം വേണ്ടേ? കല്യാണത്തിന് സമയമായപ്പോ അവള് വേറെ നായരത്തന്നെ കെട്ടിപ്പോയി. നന്നായി. എന്റെ കുറെ ഷവർമ, പിന്നെ കുറെ ജ്യൂസ്, പിന്നെ വേണ്ട അതിനോട് കൂൾബാർ നടത്തി. പോലീസുകാരാ. ബാനു, അന്നൊരു താത്ത അക്ഷയില് വന്ന ദിവസം അവളെ സകല കള്ളത്തരം പൊളിയേണ്ടതായിരുന്നു. ഈ ഞാനടക്കം അവളുടെ കയ്യിൽ ആ വള കണ്ട് അന്തം വിട്ട് നിന്നപ്പോഴേ ഈ താത്ത മാത്രമാണ് അത് അവരുടെ എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കി. അറിയോ, എനിക്ക് തോന്നുന്നത് ആ താത്ത പറഞ്ഞാണ് ശരിയെന്നാ. അല്ലേ പൂക്ക? താത്തയോ? ആ, ഏത് താത്ത? അത് അക്ഷയിൽ വന്ന ഇതൊരു താത്ത. അക്ഷയിൽ വന്ന ഇതൊരു താത്ത എനിക്കറിയോ.